നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിലാണ് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു വിശേഷം. ഇത്രയും കാലങ്ങളായിട്ട് മനോഹർ എല്ലാരും പറ്റിച്ച് പാലം കടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓരോ പെൺകുട്ടികളെ അവനിങ്ങനെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒടുക്കം അതിന്റെ ഒരു അവസാനം ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഷാരി ആകെപ്പാടെ വിഷമത്തില. തന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം ചന്ദ്രസേനോടും രൂപയോടും ചെന്ന് പറയുന്നുണ്ട്. സരയുവിനെ കാണാനില്ല, അതാണ് പ്രധാന പ്രശ്നം. എങ്ങോട്ട് പോയെന്നോ എവിടെയാ എന്ത് ചെയ്യുക എന്നൊന്നും അറിയില്ല. അപ്പം ഷാരിനെ അവർ സമാധാനിപ്പിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയാ. പിന്നീട് കിരണ്ണും കല്യാണിയും ഒക്കെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂ, അവരന്വേഷിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. പക്ഷെ ഒരിടത്തും സരയു ചെന്നിട്ടില്ല. ഈ സമയം സരയു ആണെങ്കിലോ ഒരു കടൽ തീരത്തേക്ക് എല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്ന് വലിയൊരു പാറയുടെ മുകളിൽ കയറിയിട്ട് അവൾക്ക് ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിച്ചാ മതി. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് സരയു ആത്മഹത്യ ചെയ്യാനായിട്ട് അവിടെ കയറി നിൽക്കുക. എല്ലായിടവും തെരഞ്ഞ് മടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കിരണും കല്യാണിയും കൂടെ നേരെ ആ കടൽ തീരത്തേക്ക് പോവാണ്. കല്യാണിയാണ് പറഞ്ഞു, ഒരു പക്ഷേങ്കില് അവളുടെ മനസ്സിന് വേറെ വല്ല ചിന്തകളും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം കിരണേട്ടാന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. വലിയൊരു പാറയുടെ മുകളിൽ കയറി നിൽക്കുന്ന സരയു. ഏത് നിമിഷം അവള് താഴേക്ക് ചാടാൻ പറ്റില്ല എങ്ങനെ നിൽക്കുന്നത്, സ്വയം മറന്നു നിൽക്കുക. ആ കാഴ്ച കണ്ടപ്പോ കിരണും കല്യാണി ഞെട്ടിപ്പോയി. പിന്നീട് പെട്ടെന്ന് തന്നെ കല്യാണി പറഞ്ഞു, കിരണേട്ട അവളെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമെന്ന് പറയാണ്. അങ്ങനെ ഒരു വിധത്തില് കിരണം പോയി അവളെ രക്ഷിക്കുകയാണ്. ഈ സമയം സരയു എന്നെ വിടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കിരണും കല്യാണിയും വിട്ടില്ല. അങ്ങനെ അവര് അവളെയും കൊണ്ട് നേരെ വീട്ടിലേക്കാ വരണേ. ആ സമയത്ത് ഷാരി വല്ലാത്ത സങ്കടത്തിലായിരുന്നു. അവളെ കണ്ട് സരയുവിനെ കണ്ടു കഴിഞ്ഞത്തിന് ഓടിപ്പോയി മോളെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് കിരൺ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവളെ ഇനി ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടാവും. ഡോക്ടർ പറയുന്നോടും വരെ അവിടെ തന്നെ നിൽക്കട്ടെ, അതിനുശേഷം മതി വീട്ടിലേക്കെന്ന് പറയണം. വീണ്ടും സരയുവിനെ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. സരയുവിന് ശരിക്കും അങ്ങോട്ട് ഭേദമാണെന്ന് പറഞ്ഞാലും അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ ഓർമ്മകളൊക്കെ ഉണ്ട്. മനോഹറിനോട് പ്രതികാരം ചെയ്യണം എന്നൊരു ചിന്തയൊക്കെയാണ് അവളുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ ചിന്തകളൊക്കെ മാറ്റിയെടുക്കണം. വീണ്ടും അവളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുക. ഈ സമയത്ത് പ്രകാശനെ സർജറി ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കാദംബരി എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. കാദംബരി രതീഷും ഒക്കെ വന്നു. കുറെ സമയം കഴിഞ്ഞപ്പോ തന്നെ കല്യാണി ഇങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ കല്യാണിയും വന്ന് അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കല്യാണിയുടെ നെഞ്ചു പഠിച്ചോണ്ടിരിക്കുക. ദൈവമേ, ഒരു കുഴപ്പമില്ലാതെ തന്നെ അച്ഛനെ തിരികെ കിട്ടണം. അച്ഛന് നല്ല പേടിയുണ്ട്, മുമ്പത്തെ പോലൊന്നുമല്ല. അത് സർജറിക്ക് കയറ്റുന്ന സമയത്ത് പ്രകാശം പറയുകയും ചെയ്താ, എനിക്ക് നല്ല പേടിയുണ്ട് മോളെ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുവോ എന്നൊക്കെ ഒരു പേടിയുണ്ടെന്ന്. കാലിന്റെ സർജറി ആണെങ്കിലും സർജറി ചെയ്ത് കഴിയുമ്പം കാലിങ്ങനെ കമ്പിയിട്ട കാലെങ്ങാനും പഴുത്തിട്ടുണ്ടെങ്കിൽ തന്റെ ജീവൻ പോകുമെന്നൊക്കെ പേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സർജറിയൊക്കെ സക്സസ് ആയിരുന്നു. പിന്നെ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ് സർജറി സക്സസ് ആന്ന് പറഞ്ഞപ്പോഴാണ് കല്യാണിക്കും കാർത്തിക്കും ഒരു സമാധാനം ഉണ്ടാവുന്നത്. അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞ് കുറെ സമയത്തിന് ശേഷം പ്രകാശനെ മുറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് പ്രകാശം പറഞ്ഞു, മോളെ ഇതെന്റെ 2ാം ജന്മമാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ കാലം നേരെയാവുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല എന്ന് പറയാണ്. പിന്നീട് കല്യാണി പറഞ്ഞു, അച്ഛൻ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം കല്യാണി ഭാനുമതി അമ്മയെ വിളിക്കുകയാണ്. അപ്പൊ പ്രകാശന്റെ കൂടെ ഒരാൾ നിൽക്കാൻ വേണമല്ലോ. പിന്നീട് ഭാനുമതി മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഭാനുമതി മുത്തശ്ശിയോട് കല്യാണി പറഞ്ഞു, മുത്തശ്ശി വേണം ഇനിയിപ്പം അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. കാരണം ഇവിടെ ഒരാൾ സ്ഥിരമായിട്ട് വേണമല്ലോ എന്ന് പറയാം. ഞാൻ നോക്കിയോളാം മോളെ, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവൻ പഴയതുപോലെ ക്രൂരനാവാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അറിയാലോ. അത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു, ഇനി ആ കാര്യത്തിൽ മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട, ഇനിയിപ്പൊ അച്ഛൻ എന്താണോ അങ്ങനെ പോകത്തില്ല എന്നൊക്കെ പറയാം. എന്നാലും ഭാനുമതി മുത്തശ്ശിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണിയും കാർത്തിയൊക്കെ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, കണ്ടോടാ, നിനക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോ നിന്റെ പെൺമക്കളെ നിനക്ക് തുണയായിട്ടുള്ളൂ. നീ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടന്ന രാജാവിനെ പോലെ കൊണ്ടുവരുന്നവൻ അവൻ എന്തിയേ? അവനിപ്പോ കണ്ടില്ലേ ജയിലിൽ കിടക്കുന്നേ. ഇനിയെങ്കിലും നീ നിന്റെ പെൺമക്കളെ നല്ല രീതിയിൽ നോക്ക്. ഒരു കാരണവശാലും അവർക്കെതിരെ തെറ്റായ ഒരു ചിന്ത പോലും നിന്റെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ദൈവം പോലും പൊറുക്കില്ല എന്ന് പറയാ. അത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു, എനിക്കറിയാമേ, എനിക്കതൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യ. അമ്മ വിഷമിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ എന്റെ കല്യാണി കാർത്തിമോളൊക്കെ കാണപ്പെട്ട ദൈവങ്ങളെ പോലെ തോന്നണേ. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കേ, ഞാൻ എവിടെയെങ്കിലും കിടന്ന് മരിക്കേണ്ടവനാ. എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കടത്തിയത് അവരാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരെന്നെ കൈവിടില്ല, അവർക്കെതിരായിട്ട് ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയാം. അത് ആത്മാർത്ഥത്തോട് കൂടിയിട്ടുള്ള കാര്യമാണ് ഭാനുമതി മുത്തശ്ശിക്കും തോന്നുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് മനോഹർ ഭയങ്കര സന്തോഷത്തിലാ. മനോഹറിന്റെ മനസ്സിലെ വിചാരം, അധികം വൈകാതെ
താനും മരിയും കൂടെ അമേരിക്കയിലേക്ക് പറക്കും. പിന്നെ എന്താ കുഴപ്പമിരിക്കണേ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷെങ്കില് മരിയ പോയിട്ട് മരിയ പിന്നീട് ഹോട്ടലിലേക്ക് വന്നില്ല. വിസയും പാസ്പോർട്ടും ഒക്കെ ആയിട്ട് വരാമെന്നും പറഞ്ഞ് പോയതാ. പക്ഷെ മരിയെ കാണാതെ വന്നപ്പോൾ മനോഹരൻ ടെൻഷനായി. വിളിച്ചിട്ട് കോൾ ഒട്ട് കിട്ടിയില്ല. ഇതെവിടെ പോയി എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുക. അങ്ങനെ മനോഹർ 2-3 വട്ടം വിളിച്ചു നോക്കി. ദൈവമേ, ഇനി അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കോ, സരു ഇനി അവളെ എങ്ങാനും വല്ലതും ചെയ്തോ എന്നൊരു ചിന്തയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. പക്ഷെ മരിയ തേക്കൂന്നുള്ള കാര്യമൊന്നും അവൻ അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞുപോയി. മനോഹറിന് പുറത്തിറങ്ങാനും പേടി. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ സരുവിന്റെ കൺമുന്നിൽ എങ്ങനെ ചെന്ന് പെട്ടാല്, അല്ലെങ്കിൽ ഈ പറയുന്ന കിരണിന്റെയും കല്യാണിന്റെയും മുന്നിൽ ചെന്ന് പെട്ടാൽ തന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. അതുകൊണ്ട് പേടിച്ചിട്ട് മനോഹർ പുറത്തിറങ്ങിയില്ല. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന്റെ കയ്യിലെ പൈസയൊക്കെ ഓൾറെഡി തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു മരിയ. അതുകൊണ്ട് മനോഹറിന്റെ കയ്യിൽ പൈസയില്ല, പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല. റൂം റെന്റും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. മരിയ നല്ല പണി തന്നെയാ കൊടുത്തേ. അവസാനം ഹോട്ടലുകാര് മനോഹറിനോട് റൂമിന്റെ വാടകയും കാര്യങ്ങളും ചോദിക്കുകയാണ്. മനോഹർ പെട്ടുപോയില്ലേ. അവസാനം മനോഹർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം മരിയ എല്ലാരും ചേർന്ന് മനോഹറിനെ കുടുക്കിയിട്ടുണ്ടായിരുന്നു. മരിയോടൊപ്പം നിതയുണ്ട്, ജുബാനിയുണ്ട്. അങ്ങനെ അവരെല്ലാരും വന്നിട്ടുണ്ട്. ഏതൊക്കെ പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാരും കൂടെ ഒത്തുകൂടുകയാണ് മനോഹറിന്റെ പണി കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് പോലീസ് വന്നേ. മനോഹറിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴത്തേനും മനോഹർ ഞെട്ടിപ്പോയി. മനോഹർ പ്രതീക്ഷിച്ച കാര്യം ആയിരുന്നില്ലത്. ഒടുവില് മനോഹറിനെ പോലീസ് പൊക്കുവാണ്. പോലീസ് പൊക്കി അവനെ പോലീസ് ലോക്കപ്പിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ ലോക്കപ്പിൽ കിടക്കണ സമയത്താണ് മരിയ അവനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നേ. മരിയെ കണ്ടു കഴിഞ്ഞപ്പം അവൻ ആദ്യം കുറെ നമ്പരൊക്കെ ഇട്ടു. എന്റെ മരിയെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ അമ്മാവന്റെ പെൺമക്കൾ എന്നെ കള്ളക്കേസിൽ കുടുക്കി ഇവിടെ കൊണ്ടു നിട്ടിരിക്കുക. എന്നെ എങ്ങനെയും രക്ഷിക്കുന്നൊക്കെ പറയാ. മരിയ അപ്പോഴാണ് തന്റെ തനി നിറം പുറത്തു കാണിക്കുന്നത്. നീ ആരാന്ന് എനിക്ക് അറിയായിരുന്ന മനോഹറെ. പക്ഷെ നിന്റെ ചതി മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഇനി നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നീ എന്റെ ജീവൻ നശിപ്പിക്കാൻ ഒരുങ്ങില്ലേ. നിന്നെ കൂടെ ഞാൻ അമേരിക്കയിലേക്ക് പോയായിരുന്നെങ്കിലോ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു. ഒരു പെണ്ണിന്റെ അല്ല, പല പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് അതിലൊരു പെൺകുട്ടിക്ക് ഇപ്പൊ ഭ്രാന്തുമായി സരയുവിന്. എന്നിട്ടോ ഇത്രയും കാലം നീ എല്ലാവരും കണ്ണു വെട്ടിച്ച് മുങ്ങി നടന്നു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടാ. ഇവിടെ നിനക്ക് ഒരിക്കലും ഒരിടത്തേക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി നീ ജയിലിലേക്കോ പോണേ എന്നൊക്കെ പറയാം. അത് മനോഹറിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. മനോഹർ ചിന്തിച്ച കാര്യമായിരുന്നില്ല. പിന്നീട് മരിയ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മനോഹറിന് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം. അതിനുശേഷം മരിയയും ജുവാനും അവരെല്ലാരും കൂടെ കിരണിനെയും കല്യാണിയും കാണാൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ കിരൺ പറഞ്ഞു ഇനിയിപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പൊ അവിടെ ഗംഗാപ്രസാദും രാഹുലും ഒക്കെ ഉണ്ട്. അവരുടെ അടുത്തേക്ക് തന്നെ ഇവനും പോകാൻ പോണേന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം മരിയ പറഞ്ഞു അതെ, പോകാൻ മാത്രമല്ല അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്. അതുപോലെയുള്ള കുടുക്കായിരിക്കണം അവനെ കൊടുക്കണ്ടേ. ഒരു പെൺകുട്ടിയല്ലല്ലോ, കുറെ പെൺകുട്ടികളുണ്ട് അവനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒടുക്കം എന്ത് ചെയ്യാണ്, മനോഹറിനെ കോടതി ഹാജരാക്കുകയാണ്. കോടതിക്ക് ഹാജരാക്കുന്ന സമയത്ത് വ്യക്തമായ തെളിവുകള്, ജീവിച്ചിരിക്കുന്ന സാക്ഷികൾ എന്ന് പറഞ്ഞോടൊക്കെ ജുബാന്, നിതെ അവരെല്ലാരും കോടതിയിലേക്ക് ചെല്ലുവാണ്. മനോഹറിനെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഒരു പട തന്നെ ഉണ്ടായിരുന്നു. മനോഹർ വഞ്ചിച്ച പെൺകുട്ടികളുടെ നീണ്ട നിര കണ്ട് കോടതിയിലുണ്ടായിരുന്ന ജഡ്ജി പോലും ഞെട്ടിപ്പോയി. പിന്നീട് ഓരോരുത്തരും തങ്ങൾക്കുള്ള അനുഭവങ്ങൾ പറയാണ്. പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു ജഡ്ജിക്ക്. അങ്ങനെ മനോഹറിനെ ജയിലിലേക്ക് പറഞ്ഞു വിടുക. മനോഹർ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. മനോഹർ ജയിലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാ മരിയയ്ക്കും കിരണിനും കല്യാണിക്കും എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അവൻ ഇത്രയും കാലം ചെയ്ത ദുഷ്ടതകൾക്ക് അവന് നല്ല പ്രതിഫലം തന്നെ കിട്ടണമല്ലോ. പിന്നീട് മനോഹർ ജയിലിലേക്ക് ചെല്ലുമ്പോൾ രാഹുലിന് സന്തോഷമായി. കാരണം മറ്റൊന്നുമല്ല, ഇവനിട്ട് താൻ്റെ പണി കൊടുക്കാനായിട്ട് കാത്തിരുന്നാണ്. അത് ജയിലിൽ വെച്ച് കൊടുക്കുക എന്നൊരു ചിന്തയായിരുന്നു രാഹുലിന്റെ മനസ്സിൽ. ഈ സമയത്ത് മനോഹർ ആ കാര്യങ്ങളൊക്കെ പറയണേ. പ്രകാശനും കല്യാണിയും കിരണും എല്ലാരും കൂടെ ഒന്നാണ്, പെൺമക്കളെല്ലാവരും ഒന്നാന്നുള്ള കാര്യം ഞാൻ കണ്ണുകൊണ്ട് കണ്ടാന്നൊക്കെ വിക്രത്തിനോടൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഒരു കാര്യം മനസ്സിലായി. അച്ഛൻ തന്നെ ചതിക്കുമായിരുന്നു. അച്ഛൻ ഇപ്പോഴും അവരുടെ ഭക്ഷണത്താണ്, അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെയാണിത് വെറുതെ വിടാൻ പാടില്ല. പിന്നീട് ഗംഗാപ്രസാദോട് പറഞ്ഞു, ഗംഗേട്ട പുറത്തിറങ്ങി കഴിയുമ്പോൾ എല്ലാത്തിനും തീർക്കണം. ഗംഗേട്ടൻ ജയിലിൽ ചാടുന്ന സമയത്ത് ഞാനും ഗംഗേട്ടനോടൊപ്പം വരുന്നുണ്ടെന്നൊക്കെ പറയണം. പിന്നീട് രാഹുല് ഗംഗാപ്രസാദിന്റെ അടുത്തെത്തിയിട്ട് ഗംഗാപ്രസാദിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവനെ തീർക്കണം മനോഹറിനെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ കൂടെ കൂട്ടു നിൽക്കണമെന്ന് പറയാം. അവനെ ജയിലിൽ വെച്ച് എനിക്ക് തീർക്കണം എന്ന് പറയാം. പക്ഷെ ഗംഗാപ്രസാദിന്റെ കൂട്ടുകാരനാണല്ലോ മനോഹർ. അപ്പൊ ഗംഗാപ്രസാദിനൊന്നും പ്രത്യക്ഷത്തിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നീട് രാഹുലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്താന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ജയിലിന് ഒരു പോരാട്ടം തന്നെയായിരിക്കും രാഹുലും മനോഹറും തമ്മിൽ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗംഗാപ്രസാദ് അധികം വൈകാതെ ജയിലിൽ ചാടും. ജയിലിൽ ചാട്ടുണ്ടെങ്കിൽ കല്യാണിയും കാർത്തികയൊക്കെ ആയിരിക്കും ഗംഗാപ്രസാദിന്റെ ലക്ഷ്യം. അങ്ങനെ ഗംഗാപ്രസാദ് ജയിലിൽ ചാടി വന്നാലും
അവനെ വെറുതെ വിടാൻ പോകുന്നില്ല കിരണ്. അവനെ ചുരുട്ടിക്കൂട്ടും, വീണ്ടും ജയിലിലേക്ക് അയക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, പ്രകാശം വെറുതെ ഇരിക്കുക. തന്റെ പെൺമക്കൾക്ക് നേരെ ഇനി ആയുധമായിട്ട് ഗംഗാപ്രസാദ് വന്നിട്ടുണ്ടെങ്കിൽ, ഗംഗാപ്രസാദ് എന്നല്ല വിക്രം വന്നാൽ പോലും പ്രകാശം വെറുതെ ഇരിക്കില്ല. വിക്രത്തെയാണ് തീർത്ത് കളയത്തുള്ളൂ. അപ്പൊ അമ്മാതിരി ഒരു മൈൻഡ് ആയിട്ടുണ്ട് പ്രകാശിന്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.